സേതുബന്ധാസന അഥവാ ബ്രിഡ്ജ് പോസ്. സേതുബന്ധാസന ഒരു ഇൻവേർട്ടഡ് ബാക്ക് ബെൻഡിങ് ആസനയാണ്. അതായത് നട്ടെല്ല് നന്നായി പുറകിലേക്ക് ബെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ആസന. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലോവർ ബാക്ക് പെയിന് ശമനം തരാൻ ഈ ആസനയ്ക്ക് കഴിവുണ്ട്. നട്ടലിൻ്റെ പുറകിന് മാത്രമല്ല, നിങ്ങളുടെ തോള്, കഴുത്തിനുണ്ടാകുന്ന വേദന എല്ലാത്തിനും നല്ലൊരു ഉപയോഗപ്രദമായ ഒരു ആസനയാണ്. കൂടാതെ നിങ്ങളുടെ ഉദരത്തിനും നല്ലൊരു സ്ട്രെച്ചിങ് തരുന്നുണ്ട്. സേതുബന്ധാസന ചിലർക്ക് ചെയ്യാൻ പാടില്ല. അത് ആർക്കൊക്കെയാണെന്ന് അറിയണ്ടേ? കഴുത്തിന് നല്ല വേദനയുള്ളവർ, ഷോൾഡറിൽ മുൻകാലത്ത് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായവർ ഇത് ഒഴിവാക്കേണ്ടതുണ്ട്. ഗർഭിണികൾക്ക് ഈ ആസന ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. എന്നാൽ കൃത്യമായി യോഗ അറിയുന്ന ഇൻസ്ട്രക്ടറിൽ നിന്ന് തന്നെ കേട്ടും കണ്ടും അറിഞ്ഞു മാത്രം പരിശീലിക്കുക. ആദ്യം മലർന്ന് കിടക്കാം. കൈകൾ കമഴ്ത്തി വയ്ക്കാം. ശരീരത്തോട് ചേർന്നിരിക്കട്ടെ. കാൽമുട്ടുകൾ മടക്കി വയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ മുട്ടും ഹീൽസും കുതിഭാഗവും നേരെ വയ്ക്കാം. കാലുകൾക്കിടയിൽ ഒരു നിശ്ചിത അകലം പാലിക്കുക. റിലാക്സ് യുവർ ഷോൾഡർ. തോളുകളെല്ലാം അയഞ്ഞിരിക്കട്ടെ. മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് പതിയെ നിങ്ങളുടെ നട്ടലിൻ്റെ അടിഭാഗം പതുക്കെ ഉയർത്തിക്കൊടുക്കാവുന്നതാണ്. ശ്വാസം എടുത്ത് ഇൻഹേൽ. നിങ്ങളുടെ താടി നെഞ്ചിലേക്ക് മുട്ടിയിരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴേക്ക്. ഒട്ടും സ്ട്രെയിൻ ചെയ്യേണ്ട. വളരെ സാവകാശം താഴേക്ക് തുടരാം. ശ്വാസം എടുത്ത് വീണ്ടും മുകളിലേക്ക് ഉയർന്നു വരാം. ബ്രീത്ത് ഇൻ. നിങ്ങളുടെ നട്ടല് നിങ്ങൾക്ക് ആവുന്നത് വിധം മുകളിലേക്ക് ഉയർത്തിക്കൊടുക്കാവുന്നതാണ്. താടി നെഞ്ചിലേക്ക് മുട്ടിയിരിക്കട്ടെ. എന്നാൽ ഒട്ടും സ്ട്രെയിൻ ചെയ്യേണ്ടതില്ല. ശ്വാസം വിട്ട് പതിയെ പതിയെ താഴേക്ക്. ഇങ്ങനെ ഒരു 5 തവണ നിരന്തരം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലോവർ ബാക്ക് പെയിന് ആശ്വാസമുണ്ടാവും. നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യാം. എന്നാൽ തോളുകൾ അയഞ്ഞിരിക്കട്ടെ. ഡോണ്ട് സ്ട്രെയിൻ യുവർ ഷോൾഡർ. മെല്ലെ മെല്ലെ താഴേക്ക്. ഒരിക്കൽ കൂടി ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. നമ്മൾ ഉയർത്തുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ നട്ടലിൻ്റെ അടിഭാഗത്തുണ്ടാകുന്ന സ്ട്രെച്ച്. നട്ടല് നമ്മളിപ്പോൾ നന്നായിട്ട് ആർച്ച് ചെയ്തിട്ടുണ്ട്. മെല്ലെ മെല്ലെ താഴേക്ക്. റിലാക്സ്. ഓരോ കാലുകളായി നീട്ടി വയ്ക്കാം. കൈകൾ മലർത്തി ശവാസനത്തിൽ വിശ്രമിക്കാം. സേതുബന്ധാസന ബ്രിഡ്ജ് പോസ് ചെയ്തത് വഴി ഉണ്ടാവുന്ന ലോവർ ബാക്കിന് ലഭിക്കുന്ന സ്ട്രെച്ചസ് ശ്രദ്ധിക്കാം. ദീർഘശ്വാസമാകത്തേക്ക് എടുത്തുവിട്ട് വിശ്രമിക്കാം.